ഹായ്, അപ്സരയുടെ ഓവർ ഡ്രാമയായിരുന്നു കണ്ടത്. ആക്ച്വലി അപ്സര കോപ്പി അടിക്കാൻ ശ്രമിച്ചതാണെന്നൊരു ഡൗട്ടുണ്ട്. ജാസു മോള് ചെയ്തതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഡ്രസ്സ് വരുന്നില്ല എന്ന് പറയുക, പിന്നെ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് കുറേ കൺഫ്യൂഷൻ. ഇത് ജനങ്ങളിലേക്ക് എത്തുന്നത് വേറൊരു രീതിയിലാണ്. അമ്മയാണ് വന്നിരിക്കുന്നത്. അമ്മയോട് പറയണ എനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡ്രസ്സൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയും സ്നേഹമുള്ള അമ്മയുണ്ടെങ്കിൽ അമ്മ അയക്കത്തില്ലേ? ആൽബിച്ചേട്ടൻ അയച്ചാലേ ഡ്രസ്സ് വരുള്ളൂ. അപ്പോൾ അത് തന്നെ ആ ഒരു സ്റ്റോറി അവിടെ ഫ്ലോപ്പായി എന്നുള്ളതാണ്. മൊത്തത്തിൽ ആ ഡ്രാമ പൊട്ടിപ്പൊളിഞ്ഞു പാളീസായി. പക്ഷേ പൊതുജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഡ്രാമയും കൊണ്ട് ആൽബിച്ചേട്ടൻ വരുന്നു. ഓടി ഇറങ്ങി വരുന്നു, ഒളിച്ചു വരുന്നു, വന്നിട്ട് വണ്ണം കുറേ വന്നു എന്ന് പറയുന്നത്. അങ്ങനെ കുറേ സ്റ്റോറീസ് അപ്സരയെ റിലേറ്റഡ് ആയിട്ട് പറയാനുണ്ട്. വാസ്തവത്തിൽ തുടങ്ങിയ സമയത്ത്, അതായത് ഷോ തുടങ്ങിയ സമയത്ത് പുള്ളിക്കാരത്തി പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ 5 പോലും, അതായത് നമ്പർ 5 ലാസ്റ്റ് വരുന്ന ആ ഇതിലേക്ക് പോലും വരാൻ ചാൻസ് തീരെ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അപ്സര എത്തുന്നത്. ഫേക്ക്. ജാസ്മിൻ്റെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നല്ല സ്ട്രാറ്റജിയാണെന്ന് ആരോ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാസ്മിൻ്റെ സ്ട്രാറ്റജി ഒക്കെ കോപ്പി അടിക്കുന്നത്. പക്ഷെ ചില കോപ്പി ഐഡിയകൾ വേഴ്സ്റ്റ് ആൻഡ് ഭയങ്കര നാശമായി പോകുന്നതിൻ്റെ റീസൺ, ഒന്നാമത്തെ കാര്യം, ഈ ഒരു വിഷയത്തിൽ അമ്മയാണ് വരുന്നത്. അമ്മയെ കണ്ടപ്പോൾ ഓടി വരുന്നുണ്ട്, ഭയങ്കര സ്നേഹം, ഭയങ്കര കംഫർട്ട് സോൺ ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയല്ല. വേറെ അച്ഛനാണ് ആദ്യം വരുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമാണ് ആദ്യം വരുന്നതെങ്കിൽ അവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ അമ്മ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം, അത് നോറയെ നോക്കിക്കോണം. അപ്പനാണ് ആദ്യം വരുന്നത്. അവളെ ഏറ്റവും പ്രതീക്ഷിച്ചത്, അവളെ കംഫർട്ട് ആക്കാൻ പറ്റിയത് അച്ഛനാണെങ്കിൽ പോലും അമ്മ വന്നപ്പോൾ അവളുടെ റിയാക്ഷൻ കണ്ടോ? അപ്പോൾ എവരിവൺ അമ്മയോടാണ് കൂടുതൽ ഇത് കാണിക്കുക. അപ്പോൾ ഈ അമ്മയും ഭയങ്കരമായിട്ട് ഇത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. മീൻസ് അവർ തമ്മിൽ ഭയങ്കര ഇൻറ്റിമസി എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നിട്ട് അന്മയോട് ഇരുന്നിട്ട് ആൽബിച്ചേട്ടൻ്റെ കാര്യം പറയുന്നു. ആൽബിച്ചേട്ടൻ എന്നെ വിട്ടോ, അല്ലെ ആൽബിച്ചേട്ടൻ എന്നോട് പിണങ്ങി. അതിന് മാത്രം അപ്സര അവിടെ എന്ത് കാണിച്ചു? ഈ ആൽബിച്ചേട്ടൻ പിണങ്ങാൻ തക്കവണ്ണം അപ്സര അവിടെ എന്തെങ്കിലും കാണിച്ചായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു ഇത്? ഒന്നുമില്ല, യാതൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ എന്താ ഈ പറയാൻ പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത്? ഇപ്പം ജാസ്മിൻ ലെവൽ ഒരു സ്ട്രാറ്റജിയാണ് പുള്ളിക്കാരത്തി അവിടെ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. എല്ലാം ഫ്ലോപ്പായിപ്പോയി. ദെൻ അപ്സരയുടെ അമ്മ അവിടെ ഇരിക്കുമ്പോൾ തന്നെ പുറത്തൊരു ക്രൗഡ് പോലെ ഒരു സൗണ്ട് കേൾക്കുന്നു. സോ എഴുന്നേറ്റ് ഒരു കൗതുകം നോക്കുന്നതിന് പകരം ഓടിച്ചാടി വെളിയിൽ വന്ന് നിൽക്കുന്നത് പ്രിപ്പറേഷനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സ്ക്രിപ്റ്റഡ് ആണ്. ആ ഒരു പോർഷൻ എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റഡ് ആയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? അത് നിങ്ങൾ കമൻസിൽ പറയുക. ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത് അപ്സരയുടെ ആ ഒരു അമ്മ വരുന്നതും ആൽബി വരുന്നതും ഒക്കെ ഒരു നല്ലൊരു സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് അവളുടെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ആളാണ് എന്ന് ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊക്കെ പുള്ളി അങ്ങനെ മറ്റൊരു തീരുമാനമെടുക്കുമോ? ഞാൻ പുറത്തിറങ്ങി ആൽബിച്ചേട്ടനോട് മിണ്ടത്തില്ല. ആൻഡ് ചൈൽഡിഷായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം അവർ കാണിച്ചൊരു മെച്യൂരിറ്റി ലെവൽ, അതും ഇതും കൂടെ ആകുമ്പോൾ അവർ ശരിക്കൊരു ഫേക്ക് ആണെന്ന് മനസ്സിലാക്കും. അതേസമയം ആദ്യമേ അവരുടെ ആ ചൈൽഡിഷ് ആക്ടിവിറ്റി ആയിരുന്നു എങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. ആൻഡ് ദെൻ ഒരു പാവയെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്താ പാവ കളിക്കാനുള്ള പ്രായ? അല്ല, ഇനിയിപ്പോൾ അതല്ല എന്ന് ചോദിക്കുക, പ്രായത്തിനൊരു ഇതൊന്നും ഇല്ലെന്ന് പറയാം. എന്നാലും പാവ കൊണ്ട് കൊടുക്കുന്നു. പാവയെ വെച്ചുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് ഓർക്കുക. അത് ശ്രീതുവിൻ്റെ അമ്മയെ കോപ്പി അടിച്ചതാണ്. സോ എവറിവെയർ എവറിത്തിങ് ഒരു റിലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ കോപ്പി അടിച്ചതായിട്ടാണ് അപ്സരയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീതുവിൻ്റെ അമ്മ കൊണ്ടുവന്ന് ആ പാവയെ കൊടുക്കാൻ ഒരു റീസൺ ഉണ്ട്. ഇപ്പോൾ എൻ്റെ മകൾ മറ്റൊരാളെ കംഫർട്ട് സോണായിട്ട് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു മീഡിയം കൊണ്ട് കൊടുക്കുന്നത് ഒരു വലിയ കാര്യമാണ്, ഒരു നല്ല ഒരു ഇത് തന്നെയാണ്. അങ്ങനെ കൊണ്ട് കൊടുത്തതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? സോ എനിക്കതാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ആ ഒരു സാധനം ഈ മകൾ കോപ്പി അടിച്ചത് എന്തിനാണോ എന്തോ. അപ്സര അങ്ങനെ ആരെങ്കിലും അവിടെ മിസ് ചെയ്യുന്നതായിട്ടൊന്നും ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്സരയ്ക്ക് ആദ്യമെല്ലാം ശ്രീരേഖ ആൻഡ് ടീമൊക്കെ ആയിരുന്നു. പിന്നീട് ശരണ്യ പോകുമ്പോൾ പോലും അപ്സര അടുത്ത ആളെ ഫൈൻഡ് ഔട്ട് ചെയ്തത്. സർവൈവൽ നന്നായിട്ട് അറിയാവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്സര. പിന്നെ എന്തിനാണ് ഈ കോപ്പി അടിയും ഡ്രാമയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലാതെ തന്നെ ഷീ ഈസ് പെർഫെക്റ്റ്. പിന്നെന്താ പ്രോബ്ലം? ഐ ഡോണ്ട് നോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തണം. താങ്ക് യു.